മനുഷ്യൻ ആരെയാണ് ആരാധിക്കേണ്ടത് എന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ്. മനുഷ്യൻ പലതിനെയും ദൈവമാക്കുന്നു. ദൈവം 10 കൽപ്പനകൾ സ്വന്തം കൈകൊണ്ട് എഴുതി മനുഷ്യനെ ഏൽപ്പിച്ചു. കൊലപാതകവും വ്യഭിചാരവും മോഷണവും വിലക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ കൽപ്പനയായി ദൈവം ഇങ്ങനെ എഴുതി: ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യുകയും അരുത്. പുറപ്പാട് പുസ്തകം 20:3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ദൈവത്തിൻ്റെ ഈ ആദ്യ കൽപ്പന അനുസരിച്ചാൽ 1000 തലമുറ വരെ ദൈവത്തിൻ്റെ ദയയ്ക്ക് നാം പ്രാപ്തരാകും എന്നും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നും വചനം പറയുന്നു. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തല ആക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ആവർത്തനം 28:13 വചനം. എന്നാൽ ദൈവ കൽപ്പനയെ ധിക്കരിക്കുന്നവർക്ക് വരുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് ആവർത്തന പുസ്തകം 28 അധ്യായം 15 മുതൽ 68 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. വേദാപുസ്തകത്തിൽ ദൈവം ഏറ്റവും കൂടുതലായി വെറുക്കുന്ന പാപമാണ് വിഗ്രഹ ആരാധന. ദൈവത്തെക്കാൾ കൂടുതലായി എന്തിനെ സ്നേഹിച്ചാലും അവയൊക്കെ വിഗ്രഹാരാധനകളാണ്. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരെ ദൈവം വിളിക്കുന്നത് നീചന്മാർ എന്നാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് തങ്ങളുടെ പട്ടണത്തിലെ നിവാസികളെ വശീകരിച്ചിരിക്കുന്നു. ആവർത്തനം 13:13 വചനം. ദൈവമല്ലാത്ത പലതിനെയും ഇന്ന് മനുഷ്യൻ ദൈവമാക്കുന്നു. ആരെ ആരാധിക്കരുതെന്ന് വചനം വ്യക്തമായി പറയുന്നു. 1, പിശാചിനെ ആരാധിക്കരുത്. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്നു അവനെ ശുശ്രൂഷിച്ചു എന്ന് മത്തായി സുവിശേഷം 4 അധ്യായം 8 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു. 2, ആകാശ സൈന്യങ്ങളെ ആരാധിക്കരുത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴെങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. ആവർത്തനം 4:19 നാം അങ്ങനെ വായിക്കുന്നു. 3, അപ്പോസ്തലന്മാരെ ആരാധിക്കരുത്. ലുസ്ത്രയിൽ വച്ച് മുടന്തനായവനെ സൗഖ്യമാക്കിയപ്പോൾ അപ്പോസ്തലന്മാരെ ദേവന്മാരെന്ന് പറഞ്ഞ് ആരാധിക്കുവാൻ തുനിഞ്ഞു. ഇത് അപ്പോസ്തലന്മാർ അറിഞ്ഞപ്പോൾ അവരെ വിലക്കി എന്ന് നാം കാണുന്നു. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 14:15 വചനം. 4, പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജാതികൾ ഇവയെ ആരാധിക്കരുത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും
അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു എന്ന് റോമാലേഖനം 1:21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുന്നു. 5. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. 1 കൊരിന്ത്യർ 10:14 വചനം. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്നു സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് 1 യോഹന്നാൻ 5:21 നാം വായിക്കുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം എന്ന് വെളിപ്പാട് പുസ്തകം 21:8 വചനത്തിൽ നാം വായിക്കുന്നു. 6. സ്വയത്തെ ആരാധിക്കരുത്. മനുഷ്യർ സൃഷ്ടി മാത്രമാണ്. ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത്. സൃഷ്ടാവിനെ ആരാധിക്കുവീൻ. എൻ്റെ ജ്ഞാനത്തിലും ആത്മവിശ്വാസത്തിലും എല്ലാം നേടുവാൻ കഴിയും എന്ന പഠിപ്പിക്കലുകൾ വചന വിരുദ്ധമാണ്. മനുഷ്യൻ ദൈവമല്ല. സ്വയാരാധന പാപമാണ്. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങളും അടിക്കടിയുള്ള ആപത്തുകളും വരുമ്പോൾ പല ക്രിസ്ത്യാനികളും പെട്ടെന്നുള്ള വിടുതലിനായി മന്ത്രവാദികളുടെയും അന്യദൈവങ്ങളുടെയും അടുക്കൽ ഓടുന്നു. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ആസന്ന ഭാവിയിൽ വേദന വന്ന് ഭവിക്കുമെന്ന് ദാവീദ് പറയുന്നു. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല എന്ന് 16-ാം സങ്കീർത്തനം 4-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. അന്യ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് മാത്രമല്ല പാപം, അന്യ ദൈവങ്ങളിലൂടെ ഉടലെടുത്ത അന്ധവിശ്വാസങ്ങളെയും നാം തിരിച്ചറിയണം. ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത് എന്ന് ലേവ്യ പുസ്തകം 19:26 വചനത്തിൽ നാം കാണുന്നു. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്. അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു എന്ന് ലേവ്യ പുസ്തകം 19:31 നാം വായിക്കുന്നു. പുതിയ നിയമത്തിൽ 2 വാക്യങ്ങളിലൂടെ ദൈവകൽപ്പന നമുക്ക് യേശു വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. മർക്കോസ് സുവിശേഷം 12:29 മുതൽ 31 വരെയുള്ള വേദവചനങ്ങൾ. സത്യേക ദൈവത്തെ മാത്രം സ്നേഹിക്കാം, ആരാധിക്കാം. അപ്പോൾ ദൈവം നമുക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിനും നമുക്കുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി നമ്മെ സംരക്ഷിക്കും. യോശുവയെ പോലെ നമുക്കും പറയാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ
സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.